ഹായ്, ഞങ്ങളുടെ നാട്ടിലെ ഓണാഘോഷമാണ് തിരുവനന്തപുരം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഓണാഘോഷം കാണാനായി വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അൻപത്തിയൊന്ന് ഫ്ലോട്ടുകളുണ്ടായിരുന്നു. ഇതിലെ ഏതിനാണ് ഫസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഇനിയേ അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചോ? ഞങ്ങളിന്നലെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് കനോക്കുന്നിലൊക്കെ കയറിയിട്ടാണ് വന്നത്. ഒത്തിരി നല്ല ഫ്ലോട്ടുകളുണ്ടായിരുന്നു. ഒത്തിരി കലാകാരന്മാരും കലാകാരികളും അണിനിരന്നൊരു ഘോഷയാത്രയായിരുന്നു. കഥകളിയും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് നമ്മുടെ തിരുവനന്തപുരംകാർക്ക് ഈ ഘോഷയാത്രയോട് കൂടിയ ഓണം അവസാനിക്കണം. ജില്ലയിലെ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരന്ന് അവിടെ ഒരുമിച്ച് കൂടും. ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഒരുമിച്ച് അവിടെ കൂടും. കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന ഓണത്തിൻ്റെ അവസാനം ദിവസം ഞങ്ങൾ ആഘോഷിക്കുന്നത്. പല ജില്ലയിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് അവിടെ. മറ്റു ജില്ലയിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ഓണത്തിന് ഇവിടെ വരിക, ഇതൊന്ന് കണ്ട് വിലയിരുത്തുക. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു സർക്കാർ ഈ പ്രാവശ്യം ഓണാഘോഷത്തിന് വേണ്ടി അവിടെ ഒരുക്കിയിരുന്നു. ഓണം പണ്ടത്തെ പോലെ ഓണം ഇപ്പോഴില്ലെങ്കിലും നിങ്ങൾ ഇവിടത്തുകാർക്ക് ഇതൊക്കെ ഇവിടുത്തെ സന്തോഷങ്ങൾ. വാസസ്ഥലമായ ഭൂമിയുടെ ഉപരിതലത്തിലെ അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിച്ച് 51 ഫ്ലോട്ടും നല്ല ഫ്ലോട്ടുകളായിരുന്നു. ഞാനിതെനിക്ക് മൊത്തം എടുക്കാൻ പറ്റില്ല, തിരക്കായതുകൊണ്ട് എല്ലാ ഫ്ലോട്ടിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എടുത്തതെല്ലാം നല്ല കണ്ടന്റുള്ള ഫ്ലോട്ടുകളായിരുന്നു. 100 കോടി രൂപ ചെലവിൽ സീറോ കാർബൺ ട്രിവാൻഡ്രം പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഫ്ലോട്ടുകളും പരിപാടികളൊക്കെ ഒന്ന് കാണാം, കണ്ടിട്ട് വരാം. ഓക്കെ. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊല്ലത്ത് തേവലക്കര സ്കൂളിൽ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മിഥുനിന് സൗജന്യമായി വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ദൗത്യം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി
കഴിഞ്ഞ് ഞങ്ങൾ കനകക്കുന്നിൽ പോയി അവിടെ വിനീത് ശ്രീനിവാസൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അത് കയറി കാണാൻ പറ്റിയില്ല, അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല, അത്രമാത്രം ജനമായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ വെള്ളയമ്പലം ജംഗ്ഷൻ വരെ നടന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിയ ഞങ്ങൾ പേരൂരിലെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ. അമ്പത്തൊന്ന് ഫ്ലോട്ട് ഉണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഫുള്ളും എടുക്കാൻ പറ്റില്ല. വികസിത കേരളത്തിന്റെ ശിരകളിലൂടെ ഒഴുകുന്നു. 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കവടിയാറിൻ്റെ അവിടെ ബ്ലോക്ക് ചെയ്തു, നന്തങ്കോടിൻ്റെ അവിടെ ബ്ലോക്ക് ചെയ്തു, അങ്ങനെ മൊത്തം ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ ലാസ്റ്റ് ശാസ്തമംഗലത്ത് നിന്ന് ബസ്സിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. വെള്ളയമ്പലം വരെ നടക്കുകയാണ് ചെയ്തത്. അങ്ങോട്ടൊന്നും വണ്ടി വിടുന്നില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര ഫ്ലോട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം കുറവായിരുന്നു. അതുകൊണ്ടൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സംഭവം ഒതുങ്ങി. ഈ വെള്ളയമ്പലം മ്യൂസിയം ഒക്കെ പെട്ടെന്നങ്ങ് കഴിഞ്ഞു പോകും. പിന്നെ അങ്ങ് സ്റ്റാച്ചു ആ ഭാഗത്തൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ സെറ്റപ്പും ഇതെല്ലാം കൂടെ ആയിട്ടൊക്കെ കാണുമ്പോൾ നല്ല ഉത്ര ഭംഗിയായിരിക്കും. ഈ സമയം നമുക്ക് ഈ മ്യൂസിയം കവടിയാറ് വെള്ളയമ്പലം ഒക്കെ ആകുമ്പോഴത്തേക്ക് നേരെ ഇരുട്ടത്തില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഭംഗി കുറവുണ്ട്. പക്ഷേ സ്റ്റാച്ചു കിഴക്കേക്കോട്ട് ആ ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഒത്തിരി ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇരിക്കാത്തത് തിരിച്ച് ഞങ്ങൾക്ക് വരാണ്ട ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോകാത്തത്. അടുത്ത പ്രാവശ്യം എന്തായിരുന്നല്ലോ അങ്ങ് പോകണം. അങ്ങ് പോയി ഇതിൻ്റെ ലൈറ്റിൻ്റെ സെറ്റപ്പുകളെല്ലാം കാണണം. ഇതുവരെ ഞാൻ അത് കണ്ടിട്ടില്ല. രാത്രിയുള്ള സെറ്റപ്പ് മൊബൈൽ കയ്യിൽ വെച്ചാൽ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആൾക്കാരുടെ എതിരെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. കയ്യിൽ വെച്ചുള്ള വീഡിയോ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സെറ്റുകളൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിലുള്ള വീഡിയോകളൊക്കെ എടുക്കാം. മറ്റ് ജില്ലകളിലെ ഓണ പരിപാടികളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ അതിൻ്റെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ നമ്മളുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. ഈ പ്രാവശ്യം പുലിക്കളി ഇല്ലായിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം പുലിക്കളി ഉള്ളതാണ്. സമർപ്പിത സേവനത്തിന്റെ ഫോറൻസിക് മേഖലയിൽ NABL അക്രഡിറ്റേഷൻ കരസ്ഥമാക്കിയ മികവുറ്റ 3 ലബോറട്ടറികൾ: ടോക്സിക്കോളജി, നാർക്കോട്ടിക്സ്, സീറോളജി, എക്സൈസ്, ജനറൽ കെമിസ്ട്രി, ഡിസ്റ്റിലറി എന്നിങ്ങനെ 6 ഡിവിഷനുകൾ. മറ്റ് ജില്ലകളിൽ ഇങ്ങനത്തെ ആഘോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തിരുവനന്തപുരംകാർക്കുള്ള ആഘോഷം ഇതൊക്കെയാണ്. കനകക്കുന്നും പരിസരങ്ങളും ചുറ്റിയാണ് ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ വരുന്നത്. ലൈറ്റും പിന്നെ നിശാഗന്ധിയുടെ പരിപാടികളും പിന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ കക്കാരിസ് നാടകവും ചവിട്ട് നാടകവും അങ്ങനെ ട്രഡീഷണലായ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ.
പയ്യന്മാരെ ബോഡി ഷോ. വീടും മറ്റടിസ്ഥാന സൗകര്യങ്ങളും നൽകി പുനരധിവസിക്കും. ഓക്കെ, ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഓണത്തിൻ്റെ വീഡിയോയുമായി കാണാം. ബൈ.